പുറപ്പാട് പുസ്തകം 28:35 പറയും പ്രകാരം മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന് മുമ്പാകെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് എന്ന് ജനം തിരിച്ചറിയുന്നത് പുരോഹിത വസ്ത്രത്തിൽ കൂട്ടിത്തുന്നിയ മാതളപ്പഴവും പൊന്മണിയും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിൽ നിന്നാണ്. കാരണം മഹാപുരോഹിതനല്ലാതെ അതിപരിശുദ്ധ സ്ഥലത്ത് ആർക്കും കടന്നു ചെല്ലുവാൻ അനുവാദമുണ്ടായിരുന്നില്ല. എന്നാൽ അകത്ത് ശബ്ദം കേൾക്കുന്നില്ല എങ്കിൽ മഹാപുരോഹിതൻ മരിച്ചു വീണു എന്ന് ജനം വിലയിരുത്തും. അതുപോലെ പുതിയ നിയമവിശ്വാസികളായ നാമും ആലയത്തിൽ വരുമ്പോൾ കൈയടിക്കാതെയും സ്തോത്രം പറയാതെയും പാടാതെയും പ്രാർത്ഥിക്കാതെയും ഒന്നിനോടും പ്രതികരിക്കാതെയും മൗനം ഭജിച്ചിരുന്നാൽ നാമും മരിച്ചവർക്ക് തുല്യരാണ്. ആയതിനാൽ ശരീരം കൊണ്ടും നമുക്ക് നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. God bless you.